ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ ഇന്ന് മെയ് 31. ഫൈനലി ഞങ്ങൾ വീണ്ടും വീട് മാറാൻ പോവാണ്. ഡ്യൂ ടു സം റീസൺസ് ഞങ്ങൾ മാറുവാണ്. ഇത് പാക്കിംഗ് ഒക്കെ ഏകദേശം ഇന്നലെ രാത്രിയിലെല്ലാം എന്നല്ല, ഒരു 90% പാക്ക് ചെയ്തു. കുറച്ച് സാധനങ്ങളോടെ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടി എടുക്കാൻ പോവാണ്. ട്രക്ക് യു-ഹോള് സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. നമ്മുടെ കാറിനെല്ലാം മാറ്റാൻ പറ്റത്തില്ല. അടുത്തോട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത്, ഒരുപാട് ദൂരെയല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ മൂവിങ് ഡേ. കിച്ചൺ കബോർഡ്സൊക്കെ ഏകദേശം കാലിയാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോ പെട്ടിയിൽ സെപ്പറേറ്റ് ഇങ്ങനെ പാക്ക് ചെയ്ത് എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ അങ്ങനെ ഇന്ന് മൂവ് ചെയ്യണം. അങ്ങനെ വന്നു, കീ പിക്കപ്പ് ചെയ്തു. ഇതാണ് വണ്ടി. ഇനി കുറച്ച് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് കയറി നേരെ വീട്ടിലോട്ട്. അങ്ങനെ വണ്ടി കയറി ഒരു ചായയും എന്തെങ്കിലും കഴിക്കാനും കൂടെ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. ഇനി നല്ല തലവേദനയുണ്ട്. ഫുഡ് മേടിച്ചു. ഇതൊരു മൊത്തത്തിൽ ഒരു മൂടലാണ്. എനിക്കാണോ നല്ല തലവേദനയാണ്. വണ്ടി തള്ളണം. എന്താ ഉദ്ദേശം? ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ട് ഇത്രയും സാധനങ്ങൾ ഇല്ല. ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. നമുക്ക് റീൽ എടുക്കാട്ടോ. മറ്റേത് ചേച്ചി നടുക്കിങ്ങനെ ഇരുന്നാ അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞ് അവര് പോവുകയാണ്. ഓവർ ആക്ടിങ്. പിന്നെ എല്ലാം ഞാൻ ഏറ്റവും ചേട്ടായി. വണ്ടി എങ്ങനെയുണ്ട്? ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ട്രിപ്പ്. അങ്ങനെ സെക്കൻഡ് ട്രിപ്പും ഞങ്ങൾ കയറ്റിയിരിക്കുകയാണ് ഗൈസ്. ഒന്നുകൂടെ വരേണ്ടി വരും. മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഒരു തലവേദന പിടിച്ചൊരു പരിപാടിയാണ്. ഇനി ഇതെല്ലാം കൂടെ അടുത്ത വീട്ടിൽ ചെന്നിട്ട് അവിടെ അടുക്കുക എന്നുള്ളത് അതിലും വലിയ തലവേദന. ദ വേഴ്സ്റ്റ് പാർട്ട് ഈസ് എൻ്റെ കഴുത്തിനും ഭയങ്കര വേദനയാണ്, നെക്ക്. അപ്പോൾ 2 ട്രിപ്പ് സാധനങ്ങൾ പോയി. അത്യാവശ്യം 90% സാധനങ്ങൾ തീർന്നു. കഴുത്ത് വയ്യ. അപ്പം ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അവരവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. ഇതൊക്കെ എനിക്ക് വഴി കിടന്ന് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി സാധനമാണ്. പക്ഷേ ഇത് ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, കാരണം ഇത് ഭയങ്കര ഹെവി വെയിറ്റ് ആണ്. അവിടെ ഞങ്ങൾ ഇത് കൊണ്ടുപോകുന്നില്ല. ഞങ്ങൾ വേറൊരു ഡ്രോയർ മേശ കൊണ്ടുപോകുന്നില്ല, സെറ്റ് കൊണ്ടുപോകുന്നില്ല. സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ കൊണ്ടുപോകുന്നില്ല. ഇതിലൊരു 90% സാധനങ്ങളും ഞങ്ങൾക്ക് ഇങ്ങനെ വെളിയിൽ വെച്ചിട്ട് ഫ്രീ ആയിട്ട് അങ്ങനെയൊക്കെ കിട്ടിയതാണ്. ഇവിടെ സമ്മർ ആകുമ്പോഴത്തേനും അവരവരുടെ വീട്ടിലെ പഴയ സാധനങ്ങൾ മാറ്റി പുതിയ സാധനങ്ങൾ കൊണ്ടുവരും. അപ്പം പഴയ സാധനങ്ങളെടുത്ത് വെളിയിൽ വെക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ പോയി എടുക്കാം. അത്യാവശ്യം വലിയ വീടായതുകൊണ്ട് കുറെ അടിച്ചു വരാനുണ്ട്. ഓർക്കാണ്ട് അങ്ങോട്ട് നോക്കും. അങ്ങ് പോവാങ്ങട്. അങ്ങനെ ഫുൾ കാലിയായി. ഞങ്ങളുടെ ലോഡിങ് അൺലോഡിങ് എല്ലാം കഴിഞ്ഞു.
വീട്ടിലെല്ലാം എത്തി. ഞങ്ങൾ സാധനങ്ങളെല്ലാം വെച്ചു. ഒന്നും സെറ്റാക്കിയിട്ടില്ല. എല്ലാം ഇങ്ങനെ അതുപോലെ തന്നെ കിടപ്പുണ്ട്. അതാണ് കിച്ചൺ. ജസ്റ്റ് കട്ടിൽ മാത്രം ഫിക്സ് ചെയ്തു. മടുത്ത് ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ഞാനും ചത്ത് ഗൈസ്. ജസ്റ്റ് കട്ടിൽ മാത്രം ശരിയാക്കിയിട്ടുണ്ട്. ഒന്ന് കിടന്നുറങ്ങണം. ബാക്കി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒള്ളി ടുമോറോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട് മാറി. അത് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ബായ്. ടാറ്റ പറയുന്നുണ്ടോ? ഓഫ്, ഇതൊക്കെ ഇനി ചെയ്യണമല്ലേ.